PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുകയാണ്. ഇടതുപാളയം വിട്ട് വലത്തോട്ട് ചാഞ്ഞ അൻവർ നിയമക്കുരുക്കിലേക്കോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ED പരിശോധന നടത്തുന്നത്. അൻവറിന്റെ സഹായികളുടെ വീട്ടിലും ED സംഘം പരിശോധന നടത്തുന്നുണ്ട്. KFCയിൽ നിന്ന് 12 കോടി രൂപ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേതൃത്വവുമായി ചർച്ച നടത്തി സീറ്റ് അനുവദിക്കുന്നിടങ്ങളിൽ മത്സരിക്കാമെന്നാണ് PV അൻവറിന്റെ നിലപാട്. പിണറായി സം അവസാനിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം അനിവാര്യമാണെന്നും PV അൻവർ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് റെയ്ഡ്. വെള്ളിയാഴ്ച രാവിലെയാണ് പരിശോധനയ്ക്കായി ED സംഘം എത്തിയത്. നേരത്തെ KFC വായ്പയുമായി ബന്ധപ്പെട്ട് വിജിലൻസും അൻവറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തിരിമറി നടത്തിയെന്നായിരുന്നു വിജിലൻസിന് മുൻപാകെ എത്തിയ കേസ്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് EDയുടെ പരിശോധനയെന്നാണ് സൂചന. വിദേശത്തു നിന്നെത്തിയ സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ടത്രേ. എന്നാൽ എല്ലാറ്റിനും കാരണം അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ മാറ്റമാണെന്ന് പറയുന്നവർ ഏറെയാണ്. ഇടതുമുന്നണി സ്വതന്ത്രനായി മത്സരിച്ച് നിലമ്പൂരിൽ നിന്നും സഭയിലെത്തിയ അൻവർ കേരള പോലീസിൽ RSS പിടിമുറുക്കുന്നുവെന്ന് വാദമുയർത്തിയാണ് പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ തനിക്കൊപ്പം ഇടതുമുന്നണി നിൽക്കില്ലെന്ന് ബോധ്യമായതോടെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പായി. ഉപതെരഞ്ഞെടുപ്പാവുമ്പോഴേക്കും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി അൻവർ മാറി. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ കേരളത്തിൽ UDFന്റെ ഭാഗമാക്കണമെന്ന ആവശ്യം അൻവർ ഉയർത്തി. എന്നാൽ ഇടതിനൊപ്പം നിന്നപ്പോൾ UDF നേതാക്കൾക്കെതിരെ എയ്ത അമ്പുകളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന് UDFൽ അസോസിയേറ്റ് അംഗത്വം നൽകാമെന്ന് UDF നേതൃത്വം അറിയിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അൻവർ തള്ളി. ഇതോടെ അൻവറുമായി ഇനി ചർച്ച വേണ്ടെന്ന നിർദ്ദേശവുമായി കോൺഗ്രസ് നേതൃത്വം എത്തിയതോടെ എല്ലാം അടഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 20,000 വോട്ട് പെട്ടിയിലാക്കി അൻവർ കരുത്തു കാണിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണിപ്പോൾ അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നത്. അൻവർ ആണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഉപാധികളില്ലാതെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിജിലൻസ് പരിശോധനയ്ക്ക് പിന്നാലെയുള്ള ED റെയ്ഡ് അൻവറിനെ പൂട്ടാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എല്ലാം കാത്തിരുന്ന് കാണേണ്ടി വരും.